ഹായ് ഓൾ, ഇന്ന് ചിങ്ങ ഒന്ന്. എൻ്റെ ബ്രൈഡ്സിൻ്റെ എല്ലാ ഫോട്ടോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുവാണ് ഞാൻ. ഇത് ആക്ച്വലി ഇന്ന് എടുത്തല്ല, 2 ദിവസം മുന്നിലത്തെ വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ കാണിക്കാനുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ രാവും പകലും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ചുമ്മാ നടന്ന് വിചാരിക്കും. ഞാൻ ഒരുപാട് ഓർഡേഴ്സ് റിജക്റ്റ് ചെയ്ത്, ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ആർക്കും ഒന്നും തോന്നരുത്, ഞാൻ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും കള്ളം പറയേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ ഉള്ള കാര്യം പറഞ്ഞത്. ഞങ്ങളിപ്പോൾ കിടക്കുന്നത് ഒരു ഷോപ്പിൽ തന്നെയാണ്. അത് കാണിക്കാൻ ഈ വീഡിയോ ഞാൻ ചെയ്തത്. കാരണം 1 മണി 2 മണി വരെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയെല്ലാം വർക്ക് നടന്നത്. രാവിലെ 5 മണി 6 മണിക്ക് ഓപ്പൺ ചെയ്യും. ഇനിയിപ്പോൾ ഈ വീക്ക് തൊട്ട് അതും ആയിരിക്കത്തില്ല, 24 hours ആയിരിക്കും മിക്കവാറും വർക്കിംഗ്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവന്മാർക്ക് കൊടുത്താലായി. ഇന്ന് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സൺഡേ ആണ്. ഇപ്പം പകൽ 1 മണിക്കൂർ വർക്കേഴ്സിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ ഉറങ്ങിയിട്ട് വന്നിട്ട് വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കളാണെങ്കിലും ഷോപ്പിൽ തന്നെയാണ് കിടക്കുന്നത്. വീട്ടിൽ കിടന്നോന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട, അച്ഛനും അമ്മയും കാണാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ തന്നെ കിടക്കും. അവർക്കതൊരു പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ ഷോപ്പ് ഫുള്ളും മെറ്റീരിയൽസും എല്ലാം ആയിട്ട് കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ അവരൊരു ബ്ലാങ്കറ്റും വിരിച്ചിട്ട് കിടക്കും. എൻ്റെയും പ്രശാന്തൻ്റെയും കാലൊക്കെ ആണെങ്കിലും ഫുൾ നീരാണ്, ഓടി ഓടി റെസ്റ്റ് ഇല്ല. പിന്നെ ഓണവും വെഡ്ഡിങ് സീസണും വരുമ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല തിരക്കാണെന്നുണ്ട്. ഞങ്ങൾ മാൻ പവർ കൂട്ടി. അപ്പോൾ മാൻ പവർ കൂട്ടിയതുകൊണ്ട് തന്നെ വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടിയതുകൊണ്ട് തന്നെ ഇത്തവണ അത്രയും റഷ് കാണത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ വർക്ക് അതിലും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലതും റിജക്റ്റ് ചെയ്ത്. കണ്ടോ ദില്ലും ഞാൻ അതിൻ്റെ ഇടയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വർക്കേഴ്സ് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഡോർ അടച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് വന്നതാണ്. ചേട്ടൻ ആ ബെഞ്ചിലും കിടക്കും, ഞാനും പിള്ളേരും തറയിലും കിടക്കും. അവസ്ഥ കണ്ടോ? ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും പല കസ്റ്റമേഴ്സും ട്രയലിനും വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് പറയുകയും ചെയ്യും കഷ്ടമാണല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ കിടന്നപ്പോഴും അവർ വർക്ക് കിടക്കുമായിരുന്നു. അപ്പോഴേക്കും അവർ വിളിച്ച് വർക്ക് കഴിഞ്ഞു, 2 മണിയായി പൊക്കോട്ടെ മാം എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. പിള്ളേരെ ചവിട്ടാതെ പതുക്കെ അവരും പോവും. അവരുടെ കാര്യവും കഷ്ടമാണ്, വർക്കേഴ്സിൻ്റെ കാര്യവും. അവർക്കും തീരെ റെസ്റ്റ് ഇല്ല. പിന്നെ നമ്മളിവിടെ വർക്കിന് എടുക്കുമ്പോഴേ പറയും, ഓണം എന്ന് പറഞ്ഞ സീസൺ നമുക്കിങ്ങനെ തന്നെയാണ്. വെഡ്ഡിങ്ങും അതുപോലെ തന്നെ ഓണം വർക്കും ആകുമ്പോൾ നല്ല റഷായിരിക്കും. ഉറങ്ങാൻ തന്നെ ചിലപ്പോൾ ടൈം കിട്ടണമെന്നില്ല, 2 hours കിട്ടത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യണം, 1 മാസം എന്ന് എപ്പോഴും പറഞ്ഞായിരിക്കും ഇവർ എടുക്കുന്നത്. അപ്പോൾ ഇവർ ആ സമയത്ത് വെളുപ്പിന് ഒരു 1:30-2 മണിക്ക് വീട്ടിലേക്ക് ഉറങ്ങാൻ പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ഓർത്ത് എന്തിനാ ഇനി 2 മണിക്കൂറത്തേക്ക് വീട്ടിൽ പോകുന്നതെന്ന് വെച്ചിട്ട് അവിടെ തന്നെ കിടന്നു. അപ്പോൾ ഞാൻ വർക്ക് എടുക്കാത്തവരെല്ലാം എന്നോട് ക്ഷമിക്കണം, ഒന്നും തോന്നരുത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ്.